പണ്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ വളരെ വ്യത്യാസമാണ്. ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയിൽ കളിക്കില്ല എന്ന് പറയുന്നത് അതിന് 1 മാസം മുമ്പ് അവിടെ ബോംബ് പൊട്ടിയിട്ട് അത് കാരണം അവർക്ക് അവരുടെ ഗവൺമെന്റിൽ നിന്ന് നിർദ്ദേശം വന്നു, സെക്യൂരിറ്റി ഇല്ല, അല്ല നിങ്ങൾക്ക് വേണ്ട പോലത്തെ സെക്യൂരിറ്റി കിട്ടില്ല, ഞങ്ങൾക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പോകരുത് എന്ന്. 2003 ഇതേപോലെ ന്യൂസിലൻഡിനോട് കിന്യയിൽ പോകരുത് എന്ന് പറഞ്ഞു, മൊംബാസയിൽ പ്രശ്നം ഉണ്ടായതിനു ശേഷം. ഇംഗ്ലണ്ട് ഹറാരെ പോവാതിരുന്നത് അപ്പോഴേക്കും മുഗാബെ ഗവൺമെന്റിനെ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. കോമൺവെൽത്ത് മുഴുവൻ, വാജ്പേയി അടക്കം കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിൽ 2002 സിംബാബ്വെ കോമൺവെൽത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. 2003 അവർ തന്നെ പിന്മാറും ചെയ്തു. ഇപ്പൊ അവർ കോമൺവെൽത്ത് മെമ്പർ അല്ല. ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ മെമ്പർ അല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഇംഗ്ലണ്ടിന് ഫോറിൻ ഓഫീസിന് നിർദ്ദേശം നേരിട്ട് കൊടുത്തില്ല. പക്ഷെ ടീമിനോട് പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷിതത്വം എന്തായിരിക്കും ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ പോണോ വേണ്ട. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചു ഞങ്ങൾ പോണില്ല എന്ന്. ഇത് 4 കേസിലും സുരക്ഷയായിരുന്നു പ്രശ്നം. പിന്നെ അവര് ഈ പ്രശ്നമുള്ള രാജ്യത്താണ് പോയി കളിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഹോസ്റ്റാണ്, പക്ഷെ പാകിസ്ഥാന് കളിക്കേണ്ട എല്ലാ മാച്ചും ശ്രീലങ്കയിലാണ്. അവിടെ ഒരൊറ്റ സെക്യൂരിറ്റി പ്രശ്നമില്ല, ബാക്കി എല്ലാ രാജ്യങ്ങളും അവിടെ പോയി കളിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് വെസ്റ്റേൺ രാജ്യങ്ങൾ. അവരുടെയൊക്കെ ഫോറിൻ ഓഫീസ് വളരെ കർശനമായി നോക്കിയിട്ടേ അവർക്ക് ക്ലിയറൻസ് കൊടുക്കുള്ളൂ. അവരടക്കം പോയി കളിക്കുന്നു. അപ്പൊ ശ്രീലങ്കയിൽ സെക്യൂരിറ്റി പ്രശ്നമില്ല. ഇന്ത്യ ആയിട്ടുള്ള ഒരു മാച്ച് മാത്രം കളിക്കാൻ അവിടെ ആ ഒരു മാച്ചിന് എന്ത് സെക്യൂരിറ്റി പ്രശ്നമാണെന്നുള്ളതെന്ന് ഇവർ പറയണമില്ല.